ഇന്ന് ജനുവരി 24 ദേശീയ ബാലികാ ദിനം. ഒക്ടോബർ 11 അന്താരാഷ്ട്ര ബാലികാ ദിനമെങ്കിലും ഇന്ത്യയിൽ പെൺകുട്ടികളുടെ ദിനമായി ആചരിക്കുന്നത് ജനുവരി 24 ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധി 1966 ജനുവരി 24 ചുമതലയേറ്റതിൻ്റെ സ്മരണാർത്ഥമാണ് ദേശീയ ബാലികാ ദിനമായി ജനുവരി 24 തിരഞ്ഞെടുക്കപ്പെട്ടത്. വനിതാ ശിശു വികസന മന്ത്രാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 2008 മുതലാണ് ഈ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. ലിംഗഭേദമനുസരിച്ചുള്ള ശിശുഹത്യയും ഒഴിവാക്കലും തടയുക, രാജ്യത്തെ പെൺകുട്ടികൾ അഭിമുഖീകരിക്കുന്ന ലിംഗവിവേചനം അവസാനിപ്പിക്കുക, പെൺകുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് സമൂഹത്തെ ബോധവാന്മാരാക്കുക, പെൺകുട്ടികൾക്ക് ശരിയായ വിദ്യാഭ്യാസം, ആരോഗ്യം, ചികിത്സ, ഭക്ഷണം എന്നിവ പ്രദാനം ചെയ്യുന്നതിനായി സമൂഹത്തെ ബോധവാന്മാരാക്കുക, പെൺകുഞ്ഞുങ്ങളുടെ അതിജീവനവും സംരക്ഷണവും പരിപോഷിപ്പിക്കുക എന്നിങ്ങനെ മേൽപ്പറഞ്ഞ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഭാരത സർക്കാർ എല്ലാ വർഷവും ജനുവരി 24 ദേശീയ ബാലികാ ദിനമായി ആചരിക്കുന്നത്. പെൺകുഞ്ഞുങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന മലാല യൂസഫ്സായിയെ പോലുള്ള ധീര വനിതകളെ ഓർമ്മിക്കാതെ ഒരു ബാലികാ ദിനവും കടന്നു പോകുന്നില്ല. ഹാദ്രസ്ലിയ പെൺകുട്ടിയുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള വിലാപങ്ങളിൽ നിന്നും നാം ഇതുവരെ മുക്തരായിട്ടില്ല. ഡൽഹിയിലെ നിർഭയ എന്ന പെൺകുട്ടി, പുനാദയിലെ കട്വയിലെ പെൺകുട്ടികൾ എന്നിങ്ങനെ വിലാപങ്ങൾ പ്രളയജലം പോലെ നമുക്ക് ചുറ്റും അലയടിക്കുകയാണ്. എന്നാണ് പെൺകുട്ടികൾക്കൊരു മോചനം? വിലാപങ്ങൾക്കപ്പുറത്ത് ഏത് വാഗ്ദത്ത ഭൂമിയിലാണ് അവൾക്കൊരഭയം? ലിംഗവിവേചനമാണ് പെൺകുട്ടികൾ നേരിടുന്ന പ്രതിസന്ധികളുടെ അടിസ്ഥാന കാരണം. വിദ്യാഭ്യാസം അടക്കമുള്ള അവകാശങ്ങൾ അവർക്ക് നിഷേധിക്കപ്പെടുന്നു. ശൈശവ വിവാഹവും ശാരീരിക ലൈംഗിക പീഡനങ്ങളും ബാലവേലയും അവരുടെ കുട്ടിക്കാലത്തെ ദുരിതപൂർണമാക്കുന്നു. പ്രതീക്ഷയുടെ, സ്വപ്നത്തിൻ്റെ ആകാശങ്ങൾ അവർക്ക് നിഷേധിക്കപ്പെടുന്നു. പെൺമക്കൾ വീടിൻ്റെ വിളക്കാണെന്നും ഐശ്വര്യമാണെന്നുമൊക്കെ വിശേഷിപ്പിച്ച് വീടിനുള്ളിൽ തളച്ചിടാതെ തുല്യതയുടെ ഒരു ലോകം അവർക്കായി തുറന്നിട്ടാൽ നാളത്തെ ലോകത്തിന് പ്രഭ ചൊരിയുന്ന താരങ്ങളായി മാറാൻ ഓരോ പെൺകുട്ടിയും പ്രാപ്തയാണ് എന്ന തിരിച്ചറിവ് നൽകുകയാണ് ഓരോ ദേശീയ ബാലികാ ദിനവും. ദേശീയ ബാലികാ ദിനത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ജിഷ സനീഷ്, സൈക്കോ സോഷ്യൽ കൗൺസിലർ, GHSS വടുവഞ്ചാൽ. നമസ്കാരം. ശ്രീമതി സുഗതകുമാരി ടീച്ചറുടെ പെൺകുഞ്ഞ് എന്ന കവിതയിലെ ഏതാനും ചില വരികളാണ് ഞാനിവിടെ ചൊല്ലുന്നത്. ഇരുട്ടിൽ തിരുമുറ്റത്ത് കൊണ്ടുവയ്ക്കുകയാണു ഞാൻ പിഴച്ചു പെറ്റൊരീ കൊച്ചു പൈതലേ, കാത്തുകൊള്ളുക. പെണ്ണാണ് കൊന്നൊഴിച്ചിടാൻ കഴിഞ്ഞില്ല, പൊറുക്കുക. നിൻ മടിത്തട്ടിൽ ജീവിക്കാൻ ഇവൾക്കുമിടമേകുക. Good child is the sweetest blessing and the most beautiful creation of God. Happy Girl Child Day. Happy Girl Child Day. നമസ്കാരം. ദേശീയ ബാലികാ ദിനത്തോടനുബന്ധിച്ച് ഏതാനും വാക്കുകൾ. സമൂഹത്തിലെ തിന്മകളെ തിരിച്ചറിയാൻ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും കഴിയണമെന്ന ലക്ഷ്യത്തോടെയാണ് ദേശീയ ബാലികാ ദിനം ജനുവരി 24 ആചരിക്കുന്നത്. പെൺകുട്ടികളോട് നമ്മുടെ സമൂഹം ഇന്നും അനിഷ്ടം കാണിക്കുന്നു. പിറന്നു വീണത് പെൺകുട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കുഞ്ഞിനെ ആശുപത്രിയിൽ ഉപേക്ഷിച്ചവർ, റോഡിൽ ഉപേക്ഷിച്ചവർ, കൊന്നുകളഞ്ഞവർ ആധുനിക സമൂഹത്തിൽ ഇന്നുമുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ നാം ലജ്ജിച്ചു പോകുന്നു. ആൺപെൺ വ്യത്യാസമില്ലാതെ തന്നെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അഭിപ്രായങ്ങൾ സ്വതന്ത്രമായി സ്വരൂപിക്കാനും പ്രകടിപ്പിക്കാനുമുള്ള സാഹചര്യം കുട്ടിക്ക് ഉറപ്പാക്കുകയും അവയ്ക്ക് അർഹിക്കുന്ന പ്രാധാന്യം നൽകുകയും വേണം. ലിംഗവ്യത്യാസങ്ങളുടെ പേരിൽ പെൺകുട്ടികളെ രണ്ടാം തരക്കാരാക്കി മാറ്റുന്ന ശീലങ്ങൾ സമൂഹത്തിൽ ഇല്ലാതാക്കണം. ശാരീരികവും മാനസികവുമായ ആക്രമം, മുറിവ്, അപമാനം, അവഗണന, മോശമായ പെരുമാറ്റം, ലൈംഗികവും അല്ലാത്തതുമായ ചൂഷണം എന്നിവയിൽ നിന്ന് കുട്ടികൾക്ക് സംരക്ഷണം നൽകാൻ മാതാപിതാക്കൾ, നിയമാനുസൃതരായ രക്ഷിതാക്കൾ, മറ്റ് സംരക്ഷകർ എന്നിവർ ബാധ്യസ്ഥരാണ്.
ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികളുടെ അവകാശത്തിലെ പരമപ്രാധാന്യം അർഹിക്കുന്ന ഭാഗമാണിത്. കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ പെരുകുന്ന സാഹചര്യത്തിൽ കുട്ടികൾക്ക് സുരക്ഷിതത്വവും കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷയും ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ പുതിയ നിയമനിർമ്മാണത്തിനുള്ള നടപടികൾ ആരംഭിച്ചു. ദി പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് 2012 എന്നതാണ് പുതിയ നിയമം. വിദ്യാലയങ്ങളിൽ കൗമാര വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുകയും കുട്ടികളോട് ആശയവിനിമയം നടത്താനും അധ്യാപകർ സമയം കണ്ടെത്തണം. ലോകത്തിന്റെ ഓരോ കുഞ്ഞും ദാരിദ്ര്യത്തിന്റെ വറുതി അറിയാതെ ചൂഷണങ്ങൾക്കിരയാകാതെ സുരക്ഷിത ബോധത്തിന്റെ തണലിൽ സുഖമായി ഉറങ്ങുന്ന ഒരു ദിനമാകട്ടെ നമ്മുടെ ലക്ഷ്യം.